ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും മുള്ളിനാണ് കേട്, മോനോടിഞ്ഞു പോവും. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ പലർക്കും പല മാന്യദേഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രയോഗിച്ചത്. ഹൂ കെയേഴ്സ് എന്ന് തന്നെയാണ്. അത്രയ്ക്ക് ചങ്കൂറ്റുള്ളവനാരാ? ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല. ആളിനെ നമുക്ക് മനസ്സിലായി. ഇനി ആരും സൂത്രം കാണിച്ചാ നിങ്ങളോ ഇതിലൊന്നും കൺസേൺ അല്ല. ഹൂ കെയേഴ്സ്? ഹൂ കെയേഴ്സ്? മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. യുവനടിയുടെ ആരോപണത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമ ചാറ്റുകൾ പുറത്തുവരികയാണ്. മുഴുവൻ രേഖകളും ജാതകവും ഞങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. വിശ്വാസമില്ല അല്ലേ? കാണണം. വീട്ടമ്മയായ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മെസ്സഞ്ചർ ചാറ്റുകളിലെ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കയ്യിന്ന് പോയടാ ചാർലി. സാർക്ക് ഇപ്പിടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. കുറെ ആവർത്തിച്ച നമ്പറുകൾ ആവശ്യപ്പെട്ടു. ഞാൻ എത്ര നാളായി നമ്പർ ചോദിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ സില്ലി മാറ്റി ശ്രദ്ധിക്കാറില്ല. അതിൽ ആദ്യത്തെ ഫയല് ഒരു 1.5 വാട്സ്ആപ്പ് ചാറ്റാണ്. ആരെയാണോ രാഹുൽ ഈ ചാറ്റ് ചെയ്തിരിക്കുന്നത്? സൗന്ദര്യമുള്ളതിന്റെ ജാട, ഞാൻ വൃത്തികേടൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ ജാട സുന്ദരിമാരെല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കോഴിത്തരം പുറത്തെടുക്കുന്നുണ്ട് ഈ ചാറ്റിൽ എന്ന് വ്യക്തമാണ്. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ആരാ ശ്രീകുമാർ? ശ്രീകുമാറോ? അവൻ ശ്രീകുമാറല്ല, സ്ത്രീകുമാറാ. സ്ത്രീകുമാർ നേതാക്കന്മാർക്ക് എന്ത് തെമ്മാടിത്തരാ വന്ന? യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയാണിത്. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. അപ്പൊ അതാണ് തന്റെ മനസ്സിരിപ്പല്ലേ? സമാധാനിക്കേ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? എന്ത് പരിഹാരം? പോക്കിരിത്തരം കാണിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കേ. ആ പണ്ടാറക്കാലിനെ കിട്ടി അവന്റെ കയ്യിൽ ഞാൻ തല്ലി പിടിക്കും. കുത്തും ആലോചിക്കണം. വോട്ടേ കുത്തും ആലോചിക്കണം. MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് അത് പ്രേരിപ്പിക്കുന്നു, നിർബന്ധിക്കുന്നു. ശക്തമായ രീതിയിൽ ആ പെൺകുട്ടിയെ വേട്ടയാടുന്നതിന്റെ ഒരു വഞ്ചനയുടെ തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ്, ഞാൻ ചെയ്തിട്ടില്ല. വേറെ വല്ല പെണ്ണായിരുന്നെങ്കിൽ ഓക്കെ. അതിൽ ആ ചാറ്റിൽ നമ്മൾ മനസ്സിലാക്കുന്നത് താൻ ഗർഭിണിയാണെന്ന ഒരു പെൺകുട്ടി പറയുന്നതും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചാറ്റുകളുമാണ്. അതിനിടയിൽ തന്നെയാണ് വാട്സാപ്പിൽ നിന്നും ടെലിഗ്രാമിലേക്ക് ചാറ്റ് ചെയ്യാൻ വരൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? ആരെങ്കിലും തട്ടിപ്പോയാ? നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആര്? ഇവിടുത്തെ കമ്മിറ്റി. എന്തിന്? നീ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ട് ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടുന്ന പഞ്ചസാരയും മുങ്ങി. വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ, തുടർ പരാതികളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്ന വാർത്തകൾ വരികയാണ്. ഇതിന്റെ ഒക്കെ അവസാനം ഇങ്ങനെയൊക്കെ ആവണമെന്നായിരിക്കും. പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ പോലീസുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. പിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം, നീ ഒന്നെങ്കിൽ ഹൈദരാബാദിലേക്ക് പോകാം അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകാം എന്ന 2 മെസ്സേജുകളാണ് എനിക്ക് അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പുതിയ പരാതി എഴുതിക്കോ. അയ്യോ സാറ് വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. അതേടാ, ഞാൻ മാത്രമല്ല, ലോകത്തിൽ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ഒരു പെണ്ണ് കിട്ടി, എന്നെ പോലെ മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായക്കട തുടങ്ങുമോ വാസുവണ്ണ? നീ ഒരു 2 ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. എനിക്കിവിടെ 1-2 സ്വീകരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ ഞാൻ നിന്നെ വന്ന് കണ്ടു.